Hello, good evening. Good evening, everyone. Good evening, all. Welcome to Let's Subject Language Academy. So, it's been a long time. കുറേ നാളായതുപോലെയുണ്ട് ഒരു സ്പീക്കിംഗ് സ്പെക്കുലേഷൻ വന്നിട്ട്. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് 3 weeks ഗ്യാപ്പിന് ശേഷമാണ് ഈ വട്ടം എന്താ പറയുക നമുക്ക് OET അടുത്ത എക്സാം കണ്ടക്ട് ചെയ്തേക്കുന്നത് അല്ലേ. 3 weeks ഗ്യാപ്പ്. യൂഷ്വലി ദ വുഡ് ബി ഓൺലി 2 weeks ഗ്യാപ്പ്. ഈ വട്ടം ഒരു 3 weeks ഗ്യാപ്പ് വന്നിട്ടുണ്ട്. And also today was again a result day. ഇന്നൊരു റിസൾട്ട് ഡേ ആയിരുന്നു. Congratulations to all the winners. എല്ലാ വിന്നേഴ്സിനും my hearty congratulations. And of course കിട്ടാത്ത ഒരു ചെറിയ ഭൂരിപക്ഷം ഒരു ചെറിയ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും അല്ലേ, നമുക്ക് ഈ വട്ടം ക്ലിയർ ആവാൻ പറ്റിയില്ല എന്ന് തോന്നുന്ന ഒത്തിരി ഡിസപ്പോയിൻറ്റഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ. പക്ഷേ എന്തായാലും നിങ്ങളുടെ സ്കോർ നിങ്ങളൊന്ന് എടുത്ത് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മൾ ഓൾമോസ്റ്റ് ബ്രിഡ്ജിലാണ് എങ്കിൽ നമ്മൾ നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഡെഫിനറ്റ്ലി അത് നമുക്ക് കിട്ടേണ്ടത് തന്നെയാണ്. സോ ഡു നോട്ട് ബാക്ക് ഔട്ട്, കണ്ടിന്യൂ യുവർ ഹാർഡ് വർക്ക് ആൻഡ് ഡെഫിനറ്റ്ലി യു വിൽ ക്ലിയർ ഇറ്റ്. ഓക്കെ, അതല്ല നമുക്ക് ഒത്തിരി കുറവാണ് മാർക്ക് എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക, നമ്മൾ ഇച്ചിരി കൂടെ നന്നായി ഒരു ട്രെയിനിങ് എടുക്കണം എന്നാണ് അത് സൂചിപ്പിക്കുന്നത് അല്ലേ. ഏതൊക്കെ മൊഡ്യൂൾസിനാണ് നമുക്ക് 300 ബിലോ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ വി ഹാവ് ടു ഫോക്കസ് എ ലിറ്റിൽ മോർ എന്നുള്ളതാണ് അല്ലേ. ഇപ്പോൾ എൻക്വയറി വിളിച്ചവരാണെങ്കിലും മൊത്തത്തിൽ നമ്മൾ കേട്ടതെന്ന് പറഞ്ഞത് റീഡിങ്ങിനാണ് കുറച്ച് മാർക്ക് കുറവ് വന്നേക്കുന്നത് പൊതുവെ അല്ലേ. അപ്പോൾ അതിന് കൃത്യമായിട്ടൊരു പ്രാക്ടീസ് നമുക്കതിന് ആവശ്യമുണ്ട് എന്നാണ് ദാറ്റ് ഷോസ് അല്ലേ. അപ്പം ഇവിടെ ആണെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ വരാൻ നേരത്ത് അവർ ഒത്തിരി പേര് ക്രാഷ് കോഴ്സിനൊക്കെ വരുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും ഇപ്പോഴാണ് ശരിക്കും നമുക്ക് റീഡിങ്ങിന് ഇങ്ങനെ ഒരു പ്രോപ്പറായിട്ടൊരു ട്രെയിനിങ് ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. പലയിടത്തും റീഡിങ്ങിന് അങ്ങനെ ഒരു ട്രെയിനിങ്ങും പിന്നെ പേരിന് ഒരു ഡിസ്കഷൻ സെഷൻസ് ഒക്കെയാണെന്നാണ് പറയുന്നത്. സോ ക്രാഷ് കോഴ്സ് സ്റ്റുഡൻസിനൊക്കെ അടുത്ത വട്ടം ഇനി ക്ലിയർ ആയില്ലെങ്കിൽ ഞങ്ങൾ ഡെഫിനറ്റ്ലി അത് ഒരു 1 month കോഴ്സായിട്ടോ അല്ലെങ്കിൽ ഒരു മോർ ദൻ ദാറ്റ് നമ്മൾ കൺവേർട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. ഓക്കെ, സോ ദർ ഇസ് പ്രോപ്പർ ട്രെയിനിങ് ഫോർ റീഡിങ് ആസ് വെൽ ആസ് ഫോർ ലിസ്ണിങ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായൊരു ട്രെയിനിങ് റീഡിങ്ങിനും ലിസ്ണിങ്ങിനും ലഭിക്കുന്നതാണ്, അതിനുള്ളൊരു സാധ്യതയുണ്ട്. അതല്ലാതെ ഇത് നിങ്ങൾ ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞ് മാറ്റി വെക്കേണ്ട ഒരു കാര്യമല്ല റീഡിങ് ആൻഡ് ലിസ്ണിങ്. ഓക്കെ, so definitely you can be very hopeful and next time we'll definitely clear the examination and congratulations to all those who have cleared. Okay, Tafsi, good evening Tafsi. Abel, hi. Jijo, good evening. Okay, so anyway ഇന്ന് ഞാൻ ഈ കമ്മിങ് സാറ്റർഡേ വരുന്ന എക്സാമിനേഷൻ്റെ സ്പെക്കുലേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബട്ട് ബിഫോർ ദാറ്റ് അല്ലേ, നമ്മൾ ഈ ഒരു മന്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇനി ഒരാഴ്ച കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുവാണ്. യൂഷ്വലി സ്കൂൾ കോളേജ് സ്റ്റുഡൻസിനൊക്കെ ആയിരിക്കും അത് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നത്. അപ്പോൾ സ്കൂളും കോളേജൊക്കെ വിട്ട് കഴിഞ്ഞവരാണെങ്കിൽ അതിനെപ്പറ്റി ഒന്നും ബോധവല്ല. ബട്ട് സ്റ്റിൽ അത് കൂടാതെ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നഴ്സിംഗ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു അക്കാഡമിക് ഇയർ എൻഡ് ചെയ്തിട്ടുമുണ്ട് അല്ലേ. നമ്മുടെ എക്സാംസ് ഒക്കെ കഴിഞ്ഞു. തീർച്ചയായിട്ടും അടുത്തൊരു സ്റ്റെപ്പ് എന്നോണം നമ്മൾ ആലോചിക്കുന്നത് ഒരു എബ്രോഡ് വർക്ക് ജോബിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു എബ്രോഡ് ജോബാണ് പൊതുവെ എല്ലാവരും തന്നെ സ്വപ്നം കാണുന്ന ഒരു കാര്യം. സോ ഡെഫിനറ്റ്ലി അതിനു വേണ്ടിയുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് നിങ്ങളുടെ IELTS ആൻഡ് OET. ഇങ്ങനൊരു സ്ഥാപനം ലെറ്റ്സ് അപ്ഡേറ്റ് ലാംഗ്വേജ് അക്കാഡമി നടത്തുന്ന ഞാൻ അതിനെപ്പറ്റി എന്തായാലും 2 വാക്ക് സംസാരിച്ചേ പറ്റൂ അല്ലേ. സോ ഡെഫിനറ്റ്ലി ഐ എം നോട്ട് പ്ലാനിങ് എ പ്രൊമോഷണൽ വീഡിയോ. അതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. മറിച്ച് നിങ്ങൾക്ക് ഈ ഒരു അക്കാഡമിക് ഇയർ എൻഡ് ചെയ്ത് റിസൾട്ട്സ് ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസ് ഇമ്മീഡിയറ്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ട്രെയിനിങ്ങിന് വേണ്ടി പോകാൻ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസിന് ജസ്റ്റ് ഒരു ഗൈഡൻസ് എന്നോടാണ് ഞാനിപ്പോൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ദ ഫസ്റ്റ് തിങ് ബിഫോർ ദാറ്റ്, സിയ, ഹായ് സിയ. രമ്യ മേരി വർഗീസ്, ഗുഡ് ഈവനിങ് രമ്യ. നിചിത, ഹലോ നിചിത, ഹൗ ആർ യു? സോനിയ, ഹായ് സോനിയ. പ്രിയ, ഹായ് പ്രിയ. സോ ഐ വാസ് അബൌട്ട് ടു സേ സംതിങ്. അതായത് നമ്മൾ ഈ ഒരു ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന സ്റ്റുഡൻസ് ഉടനെ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ടായിരിക്കും പ്ലാനിങ്. സോ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ഇത് നിങ്ങൾക്കായിട്ടുള്ള ഒരു ജനറൽ അവയർനെസ് ആണ്. നിങ്ങൾ IELTS ആയിക്കോട്ടെ, OET ആയിക്കോട്ടെ, എന്ത് ലാംഗ്വേജ് ട്രെയിനിങ് PT ആയിക്കോട്ടെ, നിങ്ങൾ ഫോറിൻ കൺട്രീസ് പോകാൻ ഉദ്ദേശിക്കുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് കോമ്പിറ്റൻസി എക്സാം ക്ലിയർ ചെയ്തിട്ട് വേണം
ജോബ് പർപ്പസിനായാലും സ്റ്റുഡൻറ്റ് ആയിട്ടാണെങ്കിലും നിങ്ങൾക്ക് പോകാനായിട്ട് തീർച്ചയായിട്ടും അതെ അല്ലേ. സോ അങ്ങനെ പോകാൻ ഉദ്ദേശിക്കുന്നവർ ഒരു ട്രെയിനിങ്ങിന് വേണ്ടി കയറാൻ നേരത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് തിങ്, ഒരു ട്രെയിനിങ് നമ്മൾ എടുക്കാൻ പോകുമ്പോൾ ഡെഫിനറ്റ്ലി ദ ടോപ്പ് മോസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ബട്ട് ദ ടോപ്പ് മോസ്റ്റ് എന്ന വാക്കിന് ഒത്തിരി അർത്ഥങ്ങളുണ്ടല്ലേ. ഏതൊക്കെ രീതിയിൽ നമുക്ക് ടോപ്പ് ആകാം എന്നുള്ളത് ഡിഫറെൻറ്റ് വേ ആണ്. ബട്ട് എനിവേ നമ്മൾ കേട്ട് പരിചയമുള്ള ട്രെയിനിങ് സെൻറ്റേഴ്സിലോട്ടൊക്കെ ആയിരിക്കും പോകുന്നത്. നല്ല കാര്യം, അവിടെ എവിടെയാണോ നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നത് അവിടെ പൊക്കോളൂ. പക്ഷെ അവിടെ ചെന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ബിക്കോസ് നിങ്ങളൊന്ന് IELTS OET ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ യു വിൽ ഗെറ്റ് പ്ലെൻറ്റി. ഓക്കെ, ഈ പ്ലെൻറ്റിയിൽ നിന്ന് ആപ്റ്റായിട്ടുള്ളൊരു ട്രെയിനിങ് നിങ്ങൾക്ക് എങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും? നിങ്ങൾക്കൊരു പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ടോ ഇതിനകത്ത്? ഇല്ല. ആം ഐ റൈറ്റ്? സോ നിങ്ങൾ ചോദിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളുണ്ട്. എങ്ങനെയാണ് ക്ലാസ് പോകുന്നത്? എത്ര മാസമാണ്? ചിലപ്പോൾ ഇതൊരു 2 months കോഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ 3 months കോഴ്സ് ആയിരിക്കും. അക്കോർഡിംഗ് ടു ദ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രിഫറൻസ് ആയിരിക്കും അവർ കോഴ്സ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് ഇത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? എത്ര സെക്ഷൻസ് ആണുള്ളത്? ഇനിഷ്യലി ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് എന്താണ് തരുന്നത്? ഈ ക്ലാസ് എടുക്കുന്നത് ആരാണ്? ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ക്ലാസ് എടുക്കുന്നത് ആരാണ്? അവർ ക്വാളിഫൈഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സ് ആണോ? ഇനി ക്വാളിഫൈഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സ് എത്ര നന്നായിട്ട് എടുക്കും എന്നൊക്കെയുള്ളത് വേറെ കാര്യം. ബട്ട് സ്റ്റിൽ ഇതിനെപ്പറ്റി ഗ്രാഹ്യമുള്ള ആൾക്കാരാണോ ഇത് എടുത്തിരിക്കുന്നത്? അവർ IELTS എക്സാം എഴുതിയിട്ടുണ്ടോ? അവരുടെ സ്കോർ എത്രയാണ്? ഓർ OET എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ലാംഗ്വേജ് ക്വാളിറ്റി ഉണ്ടോ? അല്ലേ? ഇതൊരു ഇംഗ്ലീഷ് കോമ്പിറ്റൻസി എക്സാമിനേഷൻ ആണ്. ഇംഗ്ലീഷ് കോമ്പിറ്റൻസി എക്സാമിനേഷൻ. സോ അതവർക്ക് പഠിപ്പിക്കാനായിട്ടുള്ള എന്താ പറയുക, ക്വാളിഫിക്കേഷൻ ഉണ്ടോ? അവരെങ്ങനെയാണ് ഫസ്റ്റ് ആ ഒരു വീക്ക് ഞങ്ങൾ ട്രെയിൻ ചെയ്യാൻ പോകുന്നത്? സെക്കൻഡ് വീക്ക് എന്താണ്? എത്രയാണ് ഫീസ്? അതായിരിക്കും മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ അല്ലേ. എത്രയാണ് ഫീസ്? ഈ ഫീസ് അടയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് അവിടെ നിന്ന് കിട്ടുന്നത്? ദാറ്റ്സ് അനദർ ഇമ്പോർട്ടൻറ്റ്. എനിക്ക് എന്തെങ്കിലും മെറ്റീരിയൽസ് കിട്ടുമോ അവിടെ നിന്ന്? ഓക്കെ, ദീസ് ആർ ഇമ്പോർട്ടൻറ്റ്. നമ്മളൊരു പഠിക്കുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് എന്തെങ്കിലും കയ്യിൽ വേണ്ടേ അല്ലേ? നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ ഇപ്പോൾ സ്കൂളിലൊക്കെ ആണെങ്കിൽ യുൽ ഗെറ്റ് ബുക്സ്, ടെക്സ്റ്റ് ബുക്സ് കിട്ടും, ഇസൻറ്റ് ഇറ്റ്? നമുക്ക് വീട്ടിൽ പോയിട്ട് റെഫർ ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും വേണ്ടേ? സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്നെ ചോദിക്കാം. സപ്പോസ് ആസ് യു ആർ എ ഫ്രഷർ, നമ്മൾ ഫസ്റ്റായിട്ട് പോകാൻ നേരത്ത് നമുക്കറിയില്ല, പ്രീവിയസ് എക്സ്പീരിയൻസ് ഇല്ല. റിപ്പീറ്റേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർ ഏതാണ് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് പറഞ്ഞു. പക്ഷെ ഫ്രഷേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കാര്യം അറിയത്തില്ല അല്ലേ. സോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു 1 week കഴിഞ്ഞിട്ട് ഇഫ് ഐ ആം നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ട്രെയിനിങ്, നിങ്ങൾ എനിക്ക് ഈ ഒരു ഫണ്ട് റീഫണ്ട് ചെയ്യാൻ ആഫ്റ്റർ ഒരു 1 weekൻ്റെ പൈസ എടുത്തോളൂ എന്നാൽ പോലും റീഫണ്ട് ചെയ്യാൻ റെഡിയാണോ? ദീസ് ആർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഒരിക്കലും നമ്മൾ റീഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലും പോകുന്നത്. പക്ഷേ സിൻസ് യു ആർ ബിഗിനേഴ്സ്, നിങ്ങൾക്കറിയില്ല ഏതാണ് നല്ലത് ചീത്തതെന്ന്. വൺസ് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞ് അതിലെന്തെങ്കിലും പോരായ്മയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഹൗ ആർ യു ഗോയിങ് ടു ബാക്ക് ഔട്ട്? ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് അല്ലേ. നമുക്ക് ഒരു OET IELTS എക്സാമിനേഷന് വേണ്ടിയിട്ട് 1 year ഒക്കെ ട്രൈ ചെയ്യുന്ന ഡെഫിനറ്റ്ലി ഉണ്ട്. പക്ഷേ ഒരു പഠിച്ചിറങ്ങിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത്രയും ഒരിക്കലും ട്രൈ ചെയ്യേണ്ടി വരത്തില്ല. യു വിൽ ബി ഗെറ്റിംഗ് ഇറ്റ് വെരി ഈസിലി. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം. പ്ലസ് യു ക്യാൻ ടേക്ക് ദ ഒപ്പീനിയൻ. എത്ര പെർസെൻറ്റേജ് ഓഫ് റിസൾട്ട്സ് ആണുള്ളത് നമുക്ക് ചോദിക്കാം അല്ലേ. എത്ര പെർസെൻറ്റേജ് ഓഫ് റിസൾട്ട്സ്? അൺഫോർച്ചുനേറ്റ്ലി ഓർ ഫോർച്ചുനേറ്റ്ലി ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും 100% എന്നല്ലാതെ പറയത്തില്ല. പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ കൂട്ടത്തിൽ OET എഴുതുന്നവരുണ്ടാവും, IELTS എഴുതുന്നവരുണ്ടാവും. ആ എഴുതുന്ന ആൾക്കാരോട് തന്നെ ചോദിച്ചു നോക്കുക, OET എന്ന് പറയുന്ന സ്ട്രക്ചറിൽ എത്ര പെർസെൻറ്റേജ് ആണ് റിസൾട്ട് എന്നുള്ളത്. OET ആസ് ഇൻസ്റ്റിറ്റ്യൂഷൻ പോലും ഒരു പെർസെൻറ്റേജിൽ കവിഞ്ഞ് റിസൾട്ട്സ് കൊടുക്കാത്തൊരു സാഹചര്യത്തിൽ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും 100% റിസൾട്ടാണ്. ദാറ്റ് ഈസ് ക്വൈറ്റ് കോൺട്രഡിക്ടറി അല്ലേ. അതെങ്ങനെയാണെന്നുള്ളതാണ് വളരെ ഒരു കോൺട്രഡിക്ടറി ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ദ ബെസ്റ്റ് ട്രെയിനിങ് നിങ്ങൾക്ക് എവിടെയാണ് കിട്ടുന്നത് എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത് ബിഫോർ യു ജോയിൻ. ദിസ് ഇസ് ജസ്റ്റ് എ ജനറൽ അവയർനെസ്. ബിക്കോസ് നമുക്ക് എന്താ പലപ്പോഴും പറഞ്ഞു പോകേണ്ടി വരുന്നതാണ് അൺഫോർച്ചുനേറ്റ്ലി. So definitely check before you join. And coming back to our topic, so we have got lot of highs and hellos. Surya Akhil, good evening. Sibi, good evening. Tony, hi ma'am. Hi Tony. Priya, good evening. All right, so coming to our point, നമ്മുടെ എക്സാമിനേഷൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ yet another examination is coming. ഉടനെ വരുന്നുണ്ട്. അപ്പം എല്ലാവരും അതിനുവേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്തൊക്കെ ഇരിക്കുവാണ്.
ആൻഡ് ആ പ്രിപ്പറേഷനൊക്കെ ഇടയ്ക്ക് വാട്ട് ഐ ക്യാൻ ഡു ഫോർ യു, നമ്മൾ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ അവിടെ തന്നെ ഇരിക്കട്ടെ, നന്നായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യട്ടെ, അതിൻ്റെ പുറത്ത് ഞാനൊന്നും പറയുന്നില്ല. ബട്ട് ദാറ്റ് ജസ്റ്റ് ടു ഗൈഡ് യു അറ്റ് ദ ലാസ്റ്റ് മൊമെൻറ്റ്, ഒരു ഗൈഡൻസ് പോലെ നിങ്ങൾ എടുത്താൽ മതി. ആൻഡ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. That is the only purpose of this speaking speculation. And as I always say, it is just not a speculation, and it's very easy. Just നിങ്ങളൊരു പ്രോപ്പർ ആയിട്ടൊരു പഠിക്കുന്നൊരു കുട്ടിയാണെങ്കിൽ, if you are having a systematic training, then definitely we'll look into the previous questions which is not available. But at the same time, ഒരു institution ആവാൻ നേരത്ത്, if you are in an institution, definitely they'll be analyzing every examination questions, അല്ലേ? സ്റ്റുഡൻസിൻ്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്തിട്ടാണെങ്കിലും എല്ലാ ക്വസ്റ്റ്യൻസും അനലൈസ് ചെയ്യുക എന്നുള്ളത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ എന്താ പറയുക, അതിൻ്റെ ഒരു ട്രെയിനിങ്ങിൻ്റെ മികവിൻ്റെ ഭാഗമാണ്. എന്നാലാണ് 6 months എന്ത് ഡിഫറൻസ് ഉണ്ടായി, അല്ലെങ്കിൽ 1 year എന്ത് ഡിഫറൻസ് ഉണ്ടായി എന്നൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. സോ അങ്ങനെ ഒരു ഇവാലുവേഷൻ്റെയും അനാലിസിസിൻ്റെയും ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക, ഒരു അനാലിസിസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഐ എം പ്ലാനിങ് ടു ഷെയർ വിത്ത് യു. ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു ഇൻ ദ എക്സാമിനേഷൻ. കുറേ കുട്ടികളെ എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്, ഒത്തിരി ഹെൽപ്ഫുൾ ആയി എന്ന് പറഞ്ഞിട്ട്. ഇന്നാണെങ്കിൽ പോലും ഐ ക്യാൻ ബി വെരി ഫ്രാങ്ക്, ഒരു കുട്ടി എന്നെ വിളിച്ചതെന്ന് പറയുന്നത്, സ്പീക്കിങ്ങിന് എനിക്ക് ഇത്രയും സ്കോർ, ബാക്കിയുള്ള സ്കോറൊന്നും എനിക്ക് വേണ്ട, സ്പീക്കിങ്ങിന് എനിക്ക് ഇത്രയും സ്കോർ കിട്ടിയില്ല, ഒത്തിരി സന്തോഷം എന്ന് പറഞ്ഞിട്ടാണ്, വിച്ച് ആക്ച്വലി ഫിൽസ് മൈ ഹാർട്ട്. ഓക്കെ, സോ ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും നമുക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളിലോട്ട് പറഞ്ഞു തരുമ്പോൾ അതിനൊരു റിസൾട്ട് കാണുമ്പോഴത്തേക്കുമുള്ള സന്തോഷം എന്ന് പറയുന്നത് വലുതാണ്. ദാറ്റ് ഈസ് വാട്ട് വി ആർ പ്ലാനിങ് ടു സേ. It's not about being in a business, it's about being in a training. We are ultimately trainers, isn't it? So starting from listening, reading, writing and speaking, ഇതാണ് നമ്മുടെ ഓർഡർ അല്ലേ? ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ്. ലിസണിങ് ആണ് നമ്മുടെ ഫസ്റ്റ് എക്സാമിനേഷൻ. ദെൻ ലിസണിങ്ങിന് ശേഷം will come to the reading part. ഈ ലിസണിങ് ആൻഡ് റീഡിംഗ് പാർട്ട് എന്നുള്ളത് നിങ്ങൾക്ക് നമ്മുടെ എക്സാമിനേഷൻ ഹാളിൽ നിങ്ങൾക്ക് കുറച്ച് റിജിഡ് അറ്റ്മോസ്ഫിയർ ആയിരിക്കും ഉണ്ടാവുക. ബിക്കോസ് ഈവൻ ദ ഇൻവിജിലേറ്റേഴ്സ് ഡസൻറ്റ് മൂവ് ഡ്യൂറിങ് ദ ലിസണിങ് ആൻഡ് റീഡിംഗ് എക്സാമിനേഷൻ. ലിസണിങ്ങും റീഡിങ്ങും എക്സാമിനേഷൻ്റെ സമയത്ത് ഇൻവിജിലേറ്റേഴ്സ് നിങ്ങൾക്ക് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ട് എന്നുള്ള ഉദ്ദേശത്തിൽ അവർ മൂവ് ചെയ്തിട്ട് പോലും ഇല്ല. ബിക്കോസ് യു ആർ വെരി കോൺസ്റ്റൻ്റ്ലി, കീൻലി, with full concentration you are listening to an audio. Okay, so there you have to build the focus, അല്ലേ? കുറേ നാളായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഉണ്ടാക്കിയ ഫോക്കസ്, അവിടെയാണ് എപ്പോഴും നമ്മളൊരു എക്സാമിനേഷൻ മോഡ് ഫോക്കസ് ട്രൈ ചെയ്തിട്ടുണ്ടോ വിത്തൗട്ട് എനി ഡിസ്ട്രാക്ഷൻ, ഒട്ടും ലേസി ഓർ എന്താ പറയുക, കുറച്ച് റിലാക്സ്ഡ് അല്ലാതെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നിങ്ങളൊരു മോക്ക് ടെസ്റ്റ് പോലെ ലിസണിങ് ചെയ്തിട്ടുണ്ടോ? ബിക്കോസ് ദാറ്റ് അറ്റ്മോസ്ഫിയർ ഇസ് ക്വൈറ്റ് ഡിഫറെൻറ്റ്. നമ്മൾ വീട്ടിലിരുന്ന് വിശാലമായിട്ട് അല്ലെങ്കിൽ ക്ലാസ്സിലെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്ന് വിശാലമായിട്ട് ചെയ്യുന്ന പോലെ അല്ല, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു സ്പേസിൽ നിങ്ങൾ ലിസണിങ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ആ സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് നമ്മുടെ മാനസികാവസ്ഥ? ദാറ്റ് ഇസ് ഓൾസോ എൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഡ്യൂറിങ് ദി എക്സാമിനേഷൻ, ഇസ്ന്റ് ഇറ്റ്? സോ അങ്ങനെ ലിസണിങ് ചെയ്ത് നമുക്ക് നമ്മുടെ ഫോക്കസ്, കോൺസെൻട്രേഷൻ ഒക്കെ ഒരുമിച്ച് ആ സമയത്ത് വരിക എന്നുള്ളതാണ് വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യം. സോ ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി ഹാവ് 15 minutes ഫോർ റീഡിങ്, പാർട്ട് എ അല്ലേ? ഈ സമയവും വളരെ ക്രൂഷ്യലാണ് ഒരു എക്സാം അറ്റ്മോസ്ഫിയർ എടുത്ത് നോക്കുമ്പോൾ. ഐ ബീൻ ആൻ എക്സാം ഇൻവിജിലേറ്റർ, അതുകൊണ്ടാണ് എനിക്ക് ആ അറ്റ്മോസ്ഫിയർ ശരിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നത്. അപ്പോൾ റീഡിങ്ങിൻ്റെ എക്സാം ആകുമ്പോഴത്തേക്കും ആണെങ്കിലും 15 minutes എന്ന് പറയുന്നത് ദർ ഇസ് നോ മൂവ്മെൻറ്റ് ആൻഡ് യു ആർ ഓൾസോ വെരി ബിസി ഫൈൻഡിങ് ഔട്ട് ആൻസേഴ്സ്. എ പാർട്ടിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമല്ലേ? 15 minutes ആണ് തന്നിരിക്കുന്നത്. ആൻഡ് നിങ്ങളെക്കാൾ കൂടുതൽ ഈ ക്വസ്റ്റ്യൻസ് ഇടുന്നവർ അതിനെപ്പറ്റി അവെയർ ആണ്, ദാറ്റ് യു ഓൺലി ഹാവ് ജസ്റ്റ് 15 minutes എന്നുള്ളത്, അല്ലേ? അതുകൊണ്ട് തന്നെ ഈ 15 minutes കിട്ടാവുന്ന ആൻസേഴ്സ് മാത്രമേ അവരെടുത്ത് വെച്ചിട്ടുള്ളൂ. സോ ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് ടു ഡിറക്റ്റ്. അത് ഭയങ്കര ഡിറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ആയിരിക്കും നമുക്ക് വരുന്നത്. ആസ് യു ഹവ് പ്രാക്ടീസ് ഹെഡിങ്ങിൽ നിന്നും സബ് ഹെഡിങ്ങിൽ നിന്നും ഒക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും, വിച്ച് യു ക്യാൻ ഡയറക്ട്ലി മൂവ് ഇൻ ടു ദാറ്റ്, അല്ലേ? ഹെഡിങ്ങും സബ് ഹെഡിങ്ങും നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഐഡിയ, ഇത് എവിടെയാണെന്നൊക്കെയുള്ളൊരു ഐഡിയ ഫസ്റ്റ് ആൻസിൽ തന്നെ തരും. ഓക്കെ, ആൻഡ് ആ കീസിനെ, ആ ഒരു ക്ലൂസിനെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് എ പാർട്ടിലെ നിങ്ങളുടെ ഒരു എന്താ പറയുക, ഒരു ദൗത്യം, isn't it? So that is a point that you need to find the answers. So out of 15 minutes you will get a warning before 5 minutes before it ends.
സോ ആ ഒരു നമ്മളപ്പോൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്യേണ്ടത് about 13 minutes വെച്ചിട്ടായിരിക്കണം, which will be a great, which will help you in your examination definitely. സോ അതിനുശേഷം B&C ആണ്. കുറച്ചും കൂടെ നമുക്കൊന്ന് റിലാക്സ്ഡ് ആവാം B&C എന്ന് പറയുമ്പോൾ. ബട്ട് അഗൈൻ സമയമുള്ളതുകൊണ്ട് തന്നെ കുറച്ച് ട്രിക്കി ആയിരിക്കും. ആൻഡ് ഓൾസോ ഇറ്റ്സ് അബൌട്ട് മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. ഒരു ഫൈനൽ കൺക്ലൂഷനിൽ പലപ്പോഴും സ്റ്റുഡൻസിനൊന്നും ബി പാർട്ട് എളുപ്പമായിരുന്നു, പക്ഷേ നമുക്ക് നോക്കാം എന്നൊക്കെയാണ് വെൻ വി ഗെറ്റ് ദ റിപ്ലൈസ് സ്റ്റുഡൻസ് യൂസ് ടു സേ. വൈ? ബിക്കോസ് ആഫ്റ്റർ ഓൾ ഇറ്റ്സ് എ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. നോബഡി ഈസ് ആക്ച്വലി ക്വൈറ്റ് confident to say what I've written is right, alle. So our multiple choice questions aanu B partlum C partlum varunathu, which is quite namukku relaxed aayittokke irunnu cheyyam, but be very sure about the timing, because C part inde avasanam eniki paadayirunnu kittilla samayam kittilla. That's again a common mistake or common concern of the students, so be very sure about the time again. Then comes the writing part. Writing part 40 minutes to write a letter, 45 minutes in total to write a letter is actually I must say it is totally an easy task, അല്ലേ? നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചുകൊണ്ടിരുന്ന എക്സാമിനേഷൻ വെച്ച് നോക്കുമ്പോൾ ഒരു ലെറ്റർ എഴുതാൻ 45 minutes എന്ന് പറയുന്നത് ഇറ്റ്സ് ടു മച്ച്, ഇറ്റ്സ് ക്വൈറ്റ് വെരി വെരി ഈസി ടാസ്ക്. 5 minutes for reading and 40 minutes for writing. പക്ഷേ ഈ 5 minutes സംഭവിക്കുന്നത് എന്താണ്? അല്ലെങ്കിൽ റെലവൻറ്റ് ഡേറ്റ കളക്ട് ചെയ്യുക, നിങ്ങൾ അതെങ്ങനെ എഴുതാമെന്ന് ടെൻഷൻ അടിക്കുക. സോ കൃത്യമായി ആ ഒരു ഇൻഫർമേഷനെ മനസ്സിലാക്കുക, നമ്മൾ പേഷ്യൻറ്റിനെ മനസ്സിൽ കാണുക, നമ്മൾ ആർക്കാണ് എഴുതുന്ന ആളെ മനസ്സിൽ കാണുക, അതിൻ്റെ പേർപ്പസ് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഒരു ലെറ്റർ ഫ്രെയിം ചെയ്യാനായിട്ട് പറ്റും, അല്ലേ? പക്ഷെ ആ സമയത്ത് നമ്മൾ എത്രത്തോളം റെലവൻറ്റ് ഡേറ്റ ഒക്കെ എഴുതുന്നുണ്ട് എന്നുള്ളത് ദാറ്റ് പെർട്ടിക്കുലർ നമുക്ക് പിന്നീട് ഒരിക്കലും ആ ലെറ്റർ റിവൈസ് ചെയ്യാൻ നമുക്ക് കിട്ടില്ല. OET doesn't give you a provision to recheck your answers once you submit your answer for the examination, alle. So our time again is very important. Then ultimately hi Betty Paul, hi. Ultimately നമുക്ക് സ്പീക്കിംഗ് ഇത്രയും ഈ ഒരു 3 എക്സാമിനൊക്കെ ശേഷമാണ് നമ്മുടെ സ്പീക്കിംഗ് ടെസ്റ്റ് വരുന്നത്. ഇറ്റ് വാസ് ക്വൈറ്റ് കംഫർട്ടബിൾ സിറ്റുവേഷൻ ആണ്. നമ്മൾ സംടൈംസ് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് എക്സാംസ് വരുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ കൃത്യമായൊരു ട്രെയിനിങ് കഴിഞ്ഞ സ്റ്റുഡൻസ് ആണ്, കാൻഡിഡേറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കയറി പെർഫോം ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. സോ ഓൾവേസ് റിമെമ്പർ സർട്ടൻ തിങ്സ് വിച്ച് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എ സ്പീക്കിംഗ് ടെസ്റ്റ്. നിങ്ങളുടെ ഇൻ്റലക്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആക്ച്വലി ദേ ആർ നോട്ട് ഗോയിങ് ടു പുട്ട് മാർക്സ് ഫോർ യു, അല്ലേ? നിങ്ങൾക്ക് മാർക്ക് ഇടാനിരിക്കുന്നവരല്ല നിങ്ങളുടെ ഇൻ്റലക്യൂട്ടേഴ്സ്, ദേ ആർ സപ്പോർട്ടേഴ്സ്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ദേ മേ നോട്ട് ലിസൺ ടു യുവർ സ്പീച്ച്. അവർക്ക് മാർക്ക് ഇടേണ്ട ആവശ്യമില്ല. സോ നിങ്ങളുടെ സ്പീച്ചിനെ ഒരിക്കലും അവർ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുന്നില്ല. ഓക്കെ, ദേ ഹാവ് സം അതർ ഡ്യൂട്ടീസ് ടു ഡു. നിങ്ങളുടെ ടൈമിംഗ് നോട്ട് ചെയ്യണം, 20 minutes ഫിനിഷ് ചെയ്യണം, ഫസ്റ്റ് പാർട്ട് ഇൻട്രൊഡക്ഷൻ ഫിനിഷ് ചെയ്യണം 4 minutes, ദെൻ 3 minutes സ്ട്രിക്റ്റ് ആയിട്ട് തരണം, ദെൻ 5 minutes തരണം. ഇങ്ങനെ കുറേ വർക്ക് ഉണ്ട് അവർക്ക്. സോ ദേ ആർ നോട്ട് ലിസണിങ് ടു യു പ്രോപ്പർലി സംടൈംസ്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് നമ്മളാണ് കാൻഡിഡേറ്റ്സ്, നമുക്കാണ് അവിടെ പെർഫോം ചെയ്യാനുള്ളത്. ദറ്റ് ഇൻ്റലക്യൂട്ടർ ഇസ് നോട്ട് ടു മച്ച് ബോതേർഡ് ഓൺ ദാറ്റ് ഫാക്ടർ. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇൻ്റലക്യൂട്ടർ പ്രോപ്പറായിട്ടൊരു റിപ്ലൈ തന്നില്ല, ഇൻ്റലക്യൂട്ടർ ഒട്ടും കോപ്പറേറ്റീവ് അല്ലായിരുന്നു എന്നൊക്കെ പറയുന്നത് എത്ര പേർക്ക് വരെ ഒരു എക്സ്ക്യൂസ് ആണ്? നോ, ഇറ്റ് ഇസ് നോട്ട്, അല്ലേ? അതൊരിക്കലും ഒരു എക്സ്ക്യൂസ് അല്ല. അതിനൊക്കെ തരണം. പേഷ്യൻ്റ് ചിലപ്പോൾ കോപ്പറേറ്റീവ് ആയിരിക്കില്ല, പേഷ്യൻ്റ് ചിലപ്പോൾ ഒട്ടും റെസ്പോണ്ടീവ് ആയിരിക്കത്തില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ ഇറ്റ് ഈസ് എ ഡ്യൂട്ടി ഓഫ് ദ നഴ്സ് ടു ബി വെരി ആക്റ്റീവ് ആൻഡ് പെർഫോം റിയലി വെൽ. Okay, if a person is not cooperative, you can be very polite and ask questions indeed, alle. So that is how we have to be. Reena, hi Reena, how are you? So that is how we can be, isn't it? Angane aayirikka alle namukku. So that is not an excuse. So avade nammude performing time aanu oru 10 minutes il nammal 5 minutes cards present cheyannu parayunnathu. അത് നമ്മളുടെ ടൈമാണ്. അത് എത്രത്തോളം എഫക്റ്റീവായി യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മളുടെ മാത്രം തീരുമാനമാണ്. യു കനോട്ട് ബ്ലെയിം എനി ഇൻ്റർലോക്യൂട്ടർ ഫോർ ദാറ്റ്. ഓക്കെ, സോ അഗൈൻ
അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്താണ്, നമ്മൾ ഇത്രയും നാളും ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ ട്രെയിനേഴ്സ് എന്ന് പറയുന്നത് ഡെയിലി നമ്മുടെ സ്പീക്കിംഗ് കാർഡ്സ് അനലൈസ് ചെയ്യുന്നവരാണ്. ദേ ആർ വെരി ഫെമിലിയർ വിത്ത് ദ കാർഡ്സ്, സോ ദേ നോ ഹൗ ടു ഗിവ് റിപ്ലേസ് ടു യു. ബട്ട് ദാറ്റ് വുഡൻറ്റ് ബി ദ സിറ്റുവേഷൻ വിത്ത് ദ ഇന്റർലോക്യൂട്ടേഴ്സ്. ദേ ആർ സീയിങ് ദ കാർഡ്സ് ഫോർ ദ ഫസ്റ്റ് ടൈം. ഐ മീൻ ഓൺ ദാറ്റ് ഡേ നമ്മൾ അന്നായിരിക്കും കാർഡ്സ് കിട്ടുന്നത്. പരിചയമുള്ള കാർഡ്സ് ആയിരിക്കത്തില്ല. 10 പിള്ളേർക്ക് ട്രെയിനിങ് കൊടുത്ത ഇന്റർലോക്യൂട്ടർ ഒന്നും ആയിരിക്കത്തില്ല അല്ലേ, ഫസ്റ്റ് ടൈമാണ് കാർഡ് കിട്ടുന്നത്. സോ അതുകൊണ്ട് തന്നെ interlocutor may not be very familiar with the card. Alright, so again that is again comes as your responsibility. Alright, so എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു സെറ്റിംഗ് എന്ന് പറയുന്നത്? I always say it is a drama, it's a kind of play between the patient or carer and nurse or any other medical professionals. So അങ്ങനെ വരാൻ നേരത്ത് ഈ ഒരു പ്ലേയിൽ വാട്ട് വുഡ് ബി ദ കോൺവെർസേഷൻ ദാറ്റ് കെൻ ഹാപ്പൻ? ഒരു ഫോർമൽ സിനാരിയോ ആണ്. അവിടെ എന്ത് കോൺവെർസേഷൻ ആണ് സംഭവിക്കാൻ പോകുന്നത്? ഇറ്റ്സ് ഓൾ അബൌട്ട് ഇൻഫർമേഷൻ ഗ്യാതറിങ് ആൻഡ് ഇൻഫർമേഷൻ ഗിവിങ് അബൌട്ട് എ കണ്ടീഷൻ അല്ലേ. ഒരു കണ്ടീഷനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ ഗ്യാതറിങ്ങും ഇൻഫർമേഷൻ ഗിവിങ്ങും ആണ് അവിടെ നടക്കുന്നത്. ഇറ്റ്സ് എ 2-way പ്രോസസ്, ഇറ്റ്സ് എ കമ്മ്യൂണിക്കേഷൻ. So the setting is quite difficult, I mean limited. The setting is quite limited to emergency department, clinic, community health center, then home visit, hospital ward. To be frank, ഈ ഒരു 5 setting അല്ലാതെ നമുക്ക് OET പുതിയൊരു സെറ്റിംഗ് തന്നിട്ടില്ല. Okay, these are the only 5 settings that you can see in your OET examination speaking cards. Then coming to the scenario would give you an idea that how far the story has reached. എവിടം വരെ നമ്മുടെ സ്റ്റോറി എത്തി എന്നുള്ളൊരു ഐഡിയ ആണ് നമുക്ക് നമ്മുടെ സിനാരിയോ ഓർ നേഴ്സ് എന്ന് എഴുതിയിട്ട് അല്ലെങ്കിൽ ഡോക്ടർ എന്ന് എഴുതിയിട്ട് ആ ഒരു പാരഗ്രാഫ് തരുന്നത്. ഇൻ റൈറ്റിംഗ് ഡസ് ഇറ്റ് ടേക്ക് ക്വസ്റ്റ്യൻ ആഫ്റ്റർ 5 minutes? യെസ്, ദാറ്റ് വാസ് എ ക്വസ്റ്റ്യൻ ഫ്രം I'm sorry I can't read your name, but it's interesting, nice name. Okay, reading-ന് 5 minutes-ന് ശേഷം ക്വസ്റ്റ്യൻ എടുക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. No, you will have that question throughout your examination. Once you finish writing, the question paper will be taken back. Okay, so you will get the question paper before the examination, and after completing the writing, that means whole 45 minutes you will have your question paper in your hand. All right, that is the case of every question paper. They will have to return, the candidates have to return the question paper once you finish the examination. Let it be in the case of speaking also. Cards onnum veetti konduvan tharunilla alle, they will take it back. All right, fine. So coming to the next point, the setting is limited to all these 5 situations, and coming to the scenario, how far the story has reached, and these bullet points are the actions that you need to take. അല്ലെങ്കിൽ എന്ത് പറയണം എന്നുള്ളത് ഈ ബുള്ളറ്റ് പോയിന്റ്സ് ഓർ ദ ഡയലോഗ്സ്, യു ക്യാൻ സേ ഇറ്റ് ആസ് യുവർ ഡയലോഗ്സ് ആർ യുവർ ബുള്ളറ്റ് പോയിന്റ്സ്. ബുള്ളറ്റ് പോയിന്റ്സ് ആണ് ഡയലോഗ്സ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, നമുക്ക് പേഷ്യൻ്റ് എന്താണ് പറയാൻ പോകുന്നത്, പേഷ്യൻ്റ് എവിടെയാണ് സംസാരിക്കാൻ പോകുന്നതെന്നൊന്നും വി ഡു നോട്ട് ഹാവ് എൻ ഐഡിയ where the patient interrupts you or what are the questions that patients have to ask to you. So we do not know where to pose. So ഇങ്ങനെയുള്ള സിറ്റുവേഷന് ഒരു ഈസി മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. അതായത് you have got bullet points. Never merge bullet points. That means 2 ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ടുണ്ടാവും അല്ലേ, അത് രണ്ടും കൂടെ ഒരുമിച്ച് നിങ്ങൾ ഡീറ്റെയിൽ ചെയ്യരുത് ഒരിക്കലും. കാരണം എന്താണെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ദെൽ ബി സംതിങ് ദാറ്റ് ദ പേഷ്യൻറ്റ് മൈറ്റ് ഹാവ് ടു സ്പീക്ക് ടു യു ഇൻ ബിറ്റ്വീൻ ദിസ് ബുള്ളറ്റ് പോയിന്റ്സ്. ദീസ് ബുള്ളറ്റ് പോയിന്റ്സ് ആർ 2 ഡിഫറെൻറ്റ് ഐഡിയാസ്. അതുകൊണ്ടാണ് അവർ 2 ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് നിർത്തിയേക്കുന്നത്. സോ നെവർ ട്രൈ ടു മെർജ് ബോത്ത് ദിസ് ബുള്ളറ്റ് പോയിന്റ്സ്. ദാറ്റ്സ് എ വൺ തിങ്. ഒരു സ്മൂത്ത് കോൺവെർസേഷൻ ഡീൽ ചെയ്യാൻ വേണ്ടി, ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ആ സ്മൂത്ത് കോൺവെർസേഷൻ, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദറ്റ് യു നോട്ട് മെർജ് ദ ഇൻഫർമേഷൻ ആൻഡ് സേ ഇറ്റ് ആസ് എ വൺ ഇൻഫർമേഷൻ. ഒരു ഒറ്റ ഇൻഫർമേഷനായിട്ട് 2 ബുള്ളറ്റ് പോയിന്റിലെ കാര്യങ്ങൾ പറയാതിരിക്കുക. ഇൻ ബിറ്റ്വീൻ കൃത്യമായിട്ട് is there anything else that you would like to ask to me, or is there any other concerns that you have, or do you have any other concern എന്ന് കൃത്യമായിട്ട് ചോദിച്ചു മനസ്സിലാക്കാം. ഓക്കെ, പിന്നെ സ്റ്റുഡൻസ് പറയാറുണ്ട് ഇറ്റ് ഇസ് നോട്ട് ഓൺലി ബിറ്റ്വീൻ ബുള്ളറ്റ് പോയിന്റ്സ്, ദർ ആർ പോയിന്റ്സ് ദറ്റ് പേഷ്യൻറ്റ് ഹാസ് ടു സ്പീക്ക് ടു യു വിത്തിൻ ദ ബുള്ളറ്റ് പോയിന്റ് അല്ലേ. ഒരു ബുള്ളറ്റ് പോയിന്റിൻ്റെ ഇൻഫർമേഷൻ ഇടയ്ക്ക് ചിലപ്പോൾ പേഷ്യൻറ്റിന് ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടാവും. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് അറിയാം? ഡു യു ഹാവ് എനി ഐഡിയ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ അതെങ്ങനെയാണ് അറിയാമെന്നുള്ളത്? ഐ കൻ എക്സ്പ്ലെയിൻ ടു യു. അതായത് ഒരു ബുള്ളറ്റ് പോയിന്റിൽ കുറേ ഇൻഫർമേഷൻ ഉണ്ടാവും, പ്ലസ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ, പേഷ്യൻറ്റിനോട് ചോദിക്കാൻ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ, കുറേ ഇൻഫർമേഷൻ ഉണ്ടാവും പ്ലസ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ, ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മുമ്പ് ഇറ്റ് ഈസ് വെരി വെരി നെസസറി ടു ആസ്ക് ഈസ് ഇറ്റ് ക്ലിയർ സോ ഫാർ.
ഓക്കെ, ഇതുവരെ ക്ലിയർ ആണോ എന്നുള്ളത് അടുത്ത ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് യു ഷുഡ് മേക്ക് ഷുവർ. അപ്പോൾ പേഷ്യൻ്റ് പറയും ക്ലിയർ ആണ്, ആൻഡ് വി ആർ ഓൾസോ ഗിവിങ് എ സ്പേസ് ഫോർ യുവർ പേഷ്യൻറ്റ് ടു ഡു യു ഹാവ് എനി അതർ മീൻസ് ഡു യു വോണ്ട് ടു ആഡ് എനിത്തിങ്. പേഷ്യൻറ്റിന് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ വി ആർ ഗിവിങ് എ സ്പേസ്. സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, so another thing that we would like to note is ഇവിടേക്കാണ് നമുക്കൊരു ഒരു ആക്റ്റീവ് ഗിവ് ആൻഡ് ടേക്ക് കോൺവെർസേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുക. ഓക്കെ, then regarding the introductions, I think most of the video I have mentioned it, especially during the speculation time. So I think it's been very long. അപ്പോൾ ഞാൻ എപ്പോഴും സ്റ്റുഡൻസിനോട് പറയാം, നിങ്ങൾ പ്രീവിയസ് വീഡിയോസ് എടുത്തൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക. അതിനകത്ത് കൃത്യമായിട്ട് നോൺ കേസിൻ്റെയും അൺനോൺ കേസിൻ്റെയും ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണെന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയാം. Again, so this is a question that I often ask to all my students in their orientation ക്ലാസ്സിൽ. ചിലപ്പോൾ റിപ്പീറ്റേഴ്സ് ഉണ്ടാവും, ഫ്രഷേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവരോടൊക്കെ ഞാൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് യു മീൻ ബൈ നോൺ കേസ് ആൻഡ് ആ നോൺ കേസ്? എന്താണ് ഈ നോൺ കേസും അൺനോൺ കേസും? ഓക്കെ, നോൺ കേസ് മീൻസ് വാട്ട്? അപ്പം യൂഷ്വലി പേഷ്യൻറ്റ് സേസ്, സ്റ്റുഡൻറ്റ് സേസ് ദാറ്റ് ദ പേഷ്യൻറ്റ് ഇസ് നോൺ ടു ദ nurse. പേഷ്യൻറ്റിനെ അറിയാം. ഓക്കെ, ഇറ്റ് ഈസ് ആക്ച്വലി നോൺ കേസ്, നോട്ട് നോൺ പേഷ്യൻറ്റ്. നോൺ പേഷ്യൻ്റ് എന്നല്ല നമ്മൾ പറയുന്നത്, നോൺ കേസ് എന്നാണ്. അതുകൊണ്ടാണ് പലപ്പോഴും കൺഫർമേഷന് വേണ്ടി നമ്മൾ പേര് ചോദിക്കുന്നത്. സിനാരിയോ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇറ്റ് ഈസ് ജസ്റ്റ് എ നോൺ കേസ്. നേഴ്സ് ഡസൻ നോ ദ പേഷ്യൻറ്റ്. പേഷ്യൻറ്റിനെ പേഴ്സണലി അറിയത്തില്ല, പക്ഷെ പേഷ്യൻറ്റിൻ്റെ കേസ് അറിയാം അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ആഫ്റ്റർ കെയർ പ്രൊസീജിയറിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു നഴ്സ് ചിലപ്പോൾ ഫസ്റ്റ് ടൈം ആയിരിക്കും പേഷ്യൻറ്റിനെ കാണുന്നത്, പക്ഷേ അതിന് മുന്നേ പേഷ്യൻറ്റിന് എന്തൊക്കെ പറ്റി എന്നുള്ളതിൻ്റെ കേസ് ഹിസ്റ്ററി nurse-ന്റെ കയ്യിൽ കാണും അല്ലേ. So that is the difference between non-case and unknown case. So it's all about case, not with a person അല്ല, it case. Is that important? അത് അത്ര വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേര് ചോദിക്കണോ, എനിക്കറിയാവുന്ന ആളല്ലേ എന്നൊക്കെയുള്ള സ്റ്റുഡൻസിൻ്റെ ഡൗട്ടിനുള്ളൊരു ആൻസറാണത്. ഓക്കെ, നിങ്ങൾ സിനാരിയോ കൃത്യമായിട്ട് വായിച്ചിട്ട് മനസ്സിലാക്കുക, അത് വെറും നോൺ കേസ് ആണോ അതോ പേഷ്യൻറ്റിനെ പെർട്ടിക്കുലറായിട്ട് അറിയാമോ? ചിലപ്പോൾ ഹോം വിസിറ്റിലൊക്കെ മേ ബി വി നോ ദ പേഷ്യൻറ്റ്, ഓർ സംടൈംസ് വിത്ത് ഹോസ്പിറ്റൽ വാർഡ് സിനാരിയോ നമുക്ക് പേഷ്യൻറ്റിനെ അറിയായിരിക്കും. ആൻഡ് ഇൻഫാക്റ്റ് ഇങ്ങനെ ഹോസ്പിറ്റൽ വാർഡ് സിനാരിയോയിലൊക്കെ ഇറ്റ് ഈസ് മോസ്റ്റ്ലി റിട്ടൺ in speaking, does they going to record our task? Okay, I'm coming to that. Hospital ward scenario, in your speaking card it's mostly written your patient. Okay, you will only see two types of introductions in your speaking card official speaking exam cards ൽ നിങ്ങൾ രണ്ട് തരത്തിലുള്ള സിനാരിയോ സ്റ്റാർട്ട് ചെയ്യുന്ന രീതികളെ കാണത്തുള്ളൂ. ഒന്നെന്ന് പറയുന്നത് യുവർ പേഷ്യൻറ്റ് ഇസ് 35 years old. രണ്ടാമത്തെന്ന് പറയുന്നത് യു സീ എ പേഷ്യൻറ്റ്. What is the difference between your patient and you see a patient? Your patient എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് ആ പേഷ്യൻറ്റിനെ അറിയാം, അതുകൊണ്ടാണ് യുവർ പേഷ്യൻറ്റ്, ഓർ ദാറ്റ് പേഷ്യൻറ്റ് ഇസ് ടോട്ടലി അസൈൻ ടു അസ്, നമ്മൾക്ക് അസൈൻ ചെയ്ത് തന്നിരിക്കുന്ന നമ്മുടെ പേഷ്യൻറ്റ്. യു സി എ പേഷ്യൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാൻ പോകുന്ന പേഷ്യൻറ്റ് അല്ലേ. whether there it is not necessary that we know the patient. Alright, and another question is, in speaking, എനിക്കിപ്പോൾ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, in speaking does they going to record our task? Definitely they are going to record our task, and adana main. Okay, task recording are main actually. But a second, we have some comments on our YouTube channel as well. Okay, so all right, I'm sorry. Okay, so recording are actually main ആയിട്ട് വരുന്നത്. Why? Because റെക്കോർഡിംഗ് കേട്ടിട്ടാണ് നമുക്ക് മാർക്ക് ഇടുന്നത്. ദ പേഴ്സൺ ഹു ഇസ് സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് യു വിൽ നോട്ട് പുട്ട് എ സിംഗിൾ മാർക്ക് ഫോർ യു, റാദർ they will be rightly recording your audio and which is sent to somebody else, and they'll listen to your audio and that person is going to put marks for you. Why such a system is followed is because they do not want any allegation based on partiality അല്ലേ. ഒരു തരത്തിലും കോംപ്രമൈസ്ഡ് അല്ലാത്തൊരു റിസൾട്ട്സ് വരാൻ വേണ്ടിയിട്ടാണ് എന്താണ് OET ഇങ്ങനൊരു കാര്യം ചെയ്യുന്നത്. Okay, they do not want any compromised result. That's the reason they are only listening to your audio and they are putting marks instead of viewing it face to face. അപ്പോൾ ഫേസ് ടു ഫേസ് കാണുന്ന ആളല്ല നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി മാർക്ക് ഇടുന്നത്. ഇറ്റ്സ് ഓൺലി ദ റെക്കോർഡഡ് വേർഷൻ.
അതുകൊണ്ട് തന്നെ ദാറ്റ് വാസ് എ നൈസ് ക്വസ്റ്റ്യൻ. അതുകൊണ്ട് തന്നെ at the end of the speaking test they will say now you can listen to your recording. ഒരു ഇനിഷ്യൽ ഒരു വാട്ട് ടു സേ ഒരു 10 to 15 സെക്കൻഡ്സ് ആയിരിക്കും നിങ്ങളെ കേൾപ്പിക്കുന്നത്. ബട്ട് മേക്ക് ഷുവർ ദാറ്റ് യു ലിസൺ ടു ദാറ്റ് പ്രോപ്പർലി. അത് ഓഡിബിൾ ആണോ എന്ന് നിങ്ങൾ കൃത്യമായി ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഇറങ്ങാവുള്ളൂ. വൈ? ബിക്കോസ് ദാറ്റ് ഈസ് വാട്ട് ഗിവ്സ് മാർക്സ്. ഓക്കെ, അതാണ് നിങ്ങൾക്ക് മാർക്സ് തരുന്നത്. അനുഷ ഹായ്, ശില്പ ഹായ്. ഓക്കെ, സോ ബി വെരി ഷുവർ അബൌട്ട് ദാറ്റ് തിങ്. ആൻഡ് കമ്മിങ് ടു ദ ക്വസ്റ്റ്യൻസ് അല്ലേ, എപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻസിൻ്റെ കാര്യത്തിലാണ് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ യെസ്, സോ യൂഷ്വലി വരുന്ന ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ. ഞാൻ 5 സെറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. എനിക്ക് ഈ ഒരു 5 സെറ്റിങ്ങിൽ നിന്നേ ക്വസ്റ്റ്യൻ വരത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഐ തിങ്ക് ദാറ്റ്സ് ലിറ്റിൽ ഫണി ബിക്കോസ് ദോസ് ഹു നോ OET സ്പീക്കിംഗ് ടെസ്റ്റ് വുഡ് സേ ഇത്രയുമാണ് ഇതുവരെ ഇതിനകത്ത് നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളൂ, അതിപ്പോൾ ഞാനിരുന്ന് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ അതുപോലും പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അല്ലേ. ഇത്ര നാൾ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടോ നമ്മളുടെ ട്രെയിനേഴ്സോ അല്ലെങ്കിൽ ആരും നമുക്കത് പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. ബട്ട് ഇഫ് യു നോട്ടീസ് അത് നമ്മൾ നന്നായിട്ട് അനലൈസ് ചെയ്യുന്നവരാണെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും ദാറ്റ് ഈ ഒരു 5 സെറ്റിംഗ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ഇൻട്രൊഡക്ഷൻ, യൂസ് ചെയ്യുക, പേഷ്യൻ്റ് ആൻഡ് യുവർ പേഷ്യൻ്റ്, ഇതൊക്കെ നമ്മൾ വളരെ സില്ലി ആയിട്ട് കളഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. ബട്ട് ഇറ്റ് ഹാസ് ഗോട്ട് എ മീനിങ്. ഓക്കെ, ഇത് ഞാൻ ഹൗ ഡിഡ് ഐ അണ്ടർസ്റ്റാൻഡ് മീൻസ് ലൈക്ക് ത്രൂ പ്രാക്ടീസ് ഓൺലി അല്ലേ. നമ്മളും പല പ്രാക്ടീസിൽ നിന്നും സ്റ്റുഡൻസ് പറയുന്നതും നമ്മൾ അങ്ങോട്ട് ഡിസ്കസ് ചെയ്യുന്നതൊക്കെയാണ് നമ്മൾ ഇതൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നത്. സോ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നന്നായിട്ട് ട്രെയിനിങ് അല്ലെങ്കിൽ കുറേ നാൾ ഇതിൻ്റെ കൂടെ OETയുടെ കൂടെ സഞ്ചരിക്കുന്ന എല്ലാവർക്കും ഇത് മനസ്സിലാവേണ്ടതാണ് അല്ലേ. ഓൾറൈറ്റ്, ഫൈൻ. സോ another thing, coming to the question, ഞാൻ സെറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് സിനാരിയോ. there will be definitely scenarios which says you have just examined the patient. ഇപ്പോൾ എക്സാമിനേഷൻ കഴിഞ്ഞ പേഷ്യൻറ്റിനെ നമ്മൾ കാണാൻ പോകുന്നു എന്ന് പറയുന്ന സിനാരിയോ എന്തായാലും ഇവിടുത്തെ എക്സാമിനുണ്ടാവും. സോ ഇപ്പോൾ എക്സാമിനേഷൻ കഴിഞ്ഞ പേഷ്യൻറ്റിനോട് ഞാൻ ഇവിടെ നിന്നാണ് വരുന്നത്, എൻ്റെ പേര് ഇതാണെന്നൊന്നും ഒരിക്കലും പറയില്ല. കാരണം ഒരു സ്ട്രേഞ്ചർ എടുത്ത് എക്സാമിൻ ചെയ്തതിന് ശേഷം പിന്നീട് ആ സ്ട്രേഞ്ചർ ആരാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കില്ല. എക്സാമിനേഷന് മുമ്പായിരിക്കും തീർച്ചയായിട്ടും നമ്മളുടെ ഇൻട്രൊഡക്ഷനൊക്കെ നടക്കുക. സോ ഒരു ഇപ്പോൾ ജസ്റ്റ് എക്സാമിൻ സിറ്റുവേഷൻ വിൽ ഡെഫിനറ്റ്ലി നെക്സ്റ്റ് കമ്മിങ് ഡേയ്സ് കമ്മിങ് ഡേ എക്സാമിനേഷനിൽ അതെന്തായാലും ഉണ്ടാകും. സോ ആ ഒരു സിറ്റുവേഷൻ ഒന്ന് ഫെമിലിയർ ആയിട്ടിരിക്കുക. ആൻഡ് ജസ്റ്റ് എക്സാമിൻ കേസ് ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ കൂടെ വരുന്ന ഇമീഡിയറ്റ് ആയിട്ട് വരുന്ന ബുള്ളറ്റ് പോയിന്റ് എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എഴുതി വെക്കാം ദാറ്റ് ദെൽ ബി 2 questions. 2 ചോദ്യങ്ങളായിരിക്കും പിന്നീട് നമുക്ക് പേഷ്യൻസിനോട് ചോദിക്കാനുണ്ടാവുക. 2 questions that you will have to ask. അതിനുശേഷമായിരിക്കും ആ ഒരു എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നഴ്സസ് പറയാൻ പോകുന്നത്. ഓക്കെ, ഇങ്ങനെ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ. സോ ഇറ്റ്സ് ലൈക്ക് യു വിൽ ഹാവ് ടു ആസ്ക് ഓക്കെ താങ്ക് യു ഫോർ ദ കോപ്പറേഷൻ, ഐ ഹവ് കംപ്ലീറ്റഡ് ദ എക്സാമിനേഷൻ and to get a better idea about your condition more than the examination, please tell me, do you have such and such symptoms? Okay, have you tried any medication? അങ്ങനെ ചോദിച്ച 2 ചോദ്യങ്ങൾക്ക് ശേഷം thank you for answering all my questions. So from the examination and from what you have said, I understand that this is dash and dash problem, or this may be because of dash and dash causes എന്നുള്ളതായിരിക്കും. ഓക്കെ, സോ ജസ്റ്റ് എക്സാമിൻ കേസിൽ ഒരു 3 ബുള്ളറ്റ് പോയിന്റ് വരെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം, അതിന് പ്രിപ്പയർ ആയിട്ടിരിക്കാം. ഓക്കെ, സോ ദാറ്റ്സ് വൺ തിങ്. ദെൻ നമുക്ക് ഡെഫിനറ്റ്ലി ഒരു സ്കിൻ ബേസ്ഡ് കണ്ടീഷൻ ഉണ്ടാവും. കണ്ടീഷൻ ടു ബി ഫ്രാങ്ക് അറിഞ്ഞിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എക്സാമിനേഷന് ചെന്നിരിക്കാൻ നേരത്തെ പിള്ളേർ വന്നിട്ട് പറയല്ലേ മയോകാർഡിയോ അല്ലെങ്കിൽ ഇറ്റ്സ് ലൈക്ക് ഇറ്റ് ഈസ് അബൌട്ട് ഹെമറേജിക് സ്ട്രോക്ക് അല്ലെങ്കിൽ ഇറ്റ് ഈസ് അബൌട്ട് ഡയബറ്റിക് type 2 diabetes, it is about or whatever it is. ഇതൊക്കെ കേട്ടിട്ട് നമുക്ക് എന്ത് മനസ്സിലാവാനാ അല്ലേ. that is not going to give. അതുകൊണ്ട് നമുക്ക് ഓക്കെ ഈ ഡയബറ്റീസ് ടൈപ്പ് 2 ഡയബറ്റീസിനെ പറ്റി കുറേ പഠിച്ചു വെക്കാം, ഓർത്ത് വെക്കാം എന്ന് വെച്ചിട്ട് is it going to help you? Because ultimately this is an English examination, so any medical information doesn't going to help you at any point. So condition പ്രത്യേകിച്ച് അറിഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ പോലും you will have a combination of മദർ ചൈൽഡ് ഓർ ഫാദർ ചൈൽഡ്. ഇരിക്കുന്ന ആൾ മെയിലാണെങ്കിൽ ഫാദർ ചൈൽഡ് സിനാരിയോ എന്തായാലും ഉണ്ടാവും. സോ ഇങ്ങനെയുള്ളൊരു സിനാരിയോയിൽ യു ഹാവ് ടു ബി വെരി പ്രിപ്പയർഡ് ഹൗ ടു അഡ്രസ് ദ മദർ ഓർ ഫാദർ. ഉള്ളത് കൊണ്ട് തന്നെ the patient will be and the person, the carer will be very conscious about it അല്ലേ.
വളരെ കോൺഷ്യസ് ആയിട്ട് വളരെ വിഷമിച്ചിരിക്കുന്ന ഒരു പേഷ്യൻറ്റിനെ ആയിരിക്കും. സോ ആ പേഷ്യൻറ്റിനെ അഡ്രസ്സ് ചെയ്യാനുള്ള റിലാക്സേഷൻ, അപ്പോൾ ഒരു നാച്ചുറൽ ലാംഗ്വേജ് കുറച്ച് കുറവായിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ അത് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രിപ്പയർ ചെയ്യുക വേഗം തന്നെ. അതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണല്ലേ. ആൻഡ് പിന്നെ അതുപോലെ തന്നെ ദർ ആർ സിറ്റുവേഷൻസ് വേർ മോസ്റ്റ് ഓഫ് ദ സിറ്റുവേഷനിൽ എഴുതിയിട്ടുണ്ട് ദ ചൈൽഡ് ഈസ് നോട്ട് പ്രസൻറ്റ്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ യു ഡു നോട്ട് ഹാവ് ടു ബോദർ. പക്ഷേ ദർ ആർ സിറ്റുവേഷൻസ് വേർ ഇറ്റ് ഇസ് ക്ലിയർലി റിട്ടൺ ദ ചൈൽഡ് ഈസ് പ്രസൻറ്റ്. ചൈൽഡ് ഈസ് പ്രസൻറ്റ് എന്ന് എഴുതിയിരിക്കുന്ന സിറ്റുവേഷനിൽ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ആസ്ക് ഓക്കെ ഹായ് അല്ലെങ്കിൽ വാട്ട് ഇസ് ചൈൽഡ്സ് നെയിം എന്ന് ചോദിച്ചിട്ട് റിയ എന്നാണ് പറയുന്നതെങ്കിൽ ഹലോ റിയ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യണം അല്ലേ. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ചൈൽഡ് ഇസ് പ്രസൻറ്റ് എന്ന് പറഞ്ഞിട്ട് സൈഡിൽ തന്നിട്ടുണ്ടാവുക. സോ ദാറ്റ് ഈസ് എ സ്പോണ്ടേനിറ്റി. ആ ഒരു ടൈമിൽ ടൈംലി ആക്ഷൻ ആണ് വിച്ച് യു ഹാവ് ടു ഡു ആൻഡ് ദാറ്റ് ഷോസ് ഹൗ ഗുഡ് യു ആർ ഇൻ ലാംഗ്വേജ്. ഓക്കെ, സോ ഐവ് ഗോട്ട് അനദർ കമന്റ്. മാം അങ്ങനെയുള്ള ഒരു ഇൻട്രോ പറയാമോ പ്ലീസ്? ഓക്കെ fine. You are talking about the just examine case introduction ആണോ ആര്യ അനിൽ ചോദിച്ചേക്കുന്നതെന്നാണ്. അങ്ങനെയാണോ ഒന്ന് കൺഫേം ചെയ്യോ? എനിവേ I'll give you an introduction. Okay, so just examine case ആണ് ചോദിച്ചതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബിക്കോസ് ദാറ്റ് വാസ് വി വർ ഡിസ്കസിങ് അല്ലേ, നമ്മളിപ്പോൾ അതാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ആ ഒരു കേസിൽ താങ്ക് യു ഫോർ ലവിങ് മീ ടു എക്സാമിൻ യുവർ ഹാൻഡ്. സോ I'll go detail into that examination, but before that I would like to collect certain details. So please tell me how long it started or when it started and do you experience any itchiness. അങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻസിലോട്ട് പോകും. ഓർ എല്ലാവരും ഒരുപോലെ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യും താങ്ക് യു ഫോർ ലവിങ് മീ ടു എക്സാമിൻ, അതും ബോറാണ് അല്ലേ. Thank you for the cooperation, Priyanka. I have completed my examination. So I'll go detail into your examination. But before that, I need to collect certain information. Alle, angane namukku start cheyam. So I hope that was you meant. Yes, ma'am. Okay. I hope you got an idea about that. This is just one introduction. ഇതുപോലെ ഒരു I think probably ഒരു 4 introduction കൂടെ OET examination വരത്തുള്ളൂ, ചോദിക്കത്തുള്ളൂ. So are you aware about all the 5 എന്നുള്ളത് ഉറപ്പുവരുത്തുക. പിന്നെ ബുള്ളറ്റ് പോയിന്റ്സ്, അഗൈൻ ബുള്ളറ്റ് പോയിന്റ്സിലെ കീവേഡ് വുഡ് ഡെഫിനറ്റ്ലി ഗിവ് യു ബെറ്റർ ഐഡിയ അബൌട്ട് ദ സ്പീക്കിംഗ്. അപ്പോൾ ഈ വട്ടത്തെ സ്പീക്കിംഗ് കാർഡ്സ് നമ്മളുടെ ഇപ്പം സിൻസ് ഐ ഹാവ് സ്റ്റാർട്ടഡ് നോട്ടീസിങ് ദ 6 months സ്പീക്കിംഗ് കാർഡ്സ് ഇപ്പം ഞാൻ നമ്മുടെ ട്രെയിനേഴ്സ് എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് നമ്മൾ നോട്ട് ചെയ്യാറ്. സോ നമ്മുടെ ട്രെയിനേഴ്സ് സജസ്റ്റ് ചെയ്ത കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈ വട്ടം വരും എന്ന് അവർ പറഞ്ഞു. ആൻഡ് ഐ ഫൗണ്ട് ദാറ്റ് അങ്ങനെ വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മൾ എന്താ പറയുക സ്പീക്കിംഗ് ടോപ്പിക് എടുത്ത് ചെയ്യാൻ നേരത്ത് അങ്ങനെ 6 മാസത്തെ അല്ലെങ്കിൽ ഒരു 8 months ഒക്കെ അനലൈസ് ചെയ്യാൻ നേരത്ത് ദാറ്റ് ഷോസ് ദ ഇൻട്രസ്റ്റ് ടുവേർഡ്സ് യുവർ പ്രൊഫഷൻ അല്ലേ. ആൻഡ് ദാറ്റ് ഈസ് വെരി സെൻസിബിൾ ഓൾസോ. അവർ വളരെ സെൻസിബിൾ ആയിട്ടാണ് എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് സജസ്റ്റ് ചെയ്ത് തന്നത്. ദാറ്റ് ഈസ് ട്രൂ. ഓപ്പറേറ്റീവ് പ്രീ ഓപ്പറേഷൻസ്, പോസ്റ്റ് ഓപ്പറേഷൻസ് ആൻഡ് ഓൾസോ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഐ വാസ് ചെക്കിംഗ് ത്രൂ ദ ലാസ്റ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഇത്രയും നാളുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയപ്പോൾ ദാറ്റ് ഇസ് ട്രൂ. ആൻഡ് ദർ ഇസ് എ ചാൻസ് ഫോർ വാട്ട് ടു സേ ഒരു അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റിനെ നമ്മൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ അതുപോലെ തന്നെ സോഷ്യൽ ഹെൽപ്പ് ഗ്രൂപ്പ്സ് സജസ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ ജസ്റ്റ് എക്സാമിൻ കേസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആസ് യു ഓൾവേസ് നോ മദർ ചൈൽഡ് സിനാരിയോ വാക്സിനേഷൻ ഇസ് എ വെരി കോമൺ ടൈപ്പാണ്. എപ്പോൾ വേണമെങ്കിലും വരാം. അത് പഠിച്ചിരിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. എന്നാൽ കൂടെ ഐ ഡോണ്ട് തിങ്ക് ദിസ് ടൈം ഇറ്റ് വുഡ് കം. മേ ബി ഒരു എന്തെങ്കിലും അഡ്വൈസ്, മെഡിക്കൽ അഡ്വൈസ് ചോദിച്ചു വരുന്ന ഒരു പേഷ്യൻ്റ് ആയിരിക്കാം മിക്കവാറും നമുക്ക് ഉണ്ടാവുക. സോ ഡെഫിനറ്റ്ലി ഒത്തിരി ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. സൈഡ് എഫക്ട്സിനെ പറ്റിയിട്ടുള്ള കൺസേൺസ് ആയിരിക്കും. സോ റൈറ്റ്ലി അണ്ടർസ്റ്റാൻഡ് ദ കീവേഡ്. ഗിവ് ഇൻഫർമേഷൻ എന്നാണ് നമ്മളോട് അവിടെ കൊടുത്തിരിക്കുന്ന കീവേഡ് എങ്കിൽ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ഹാവ് ടു ഗിവ് ഇൻഫർമേഷൻ. ഡു നോട്ട് മേക്ക് ഇറ്റ് ആസ് എ ക്വസ്റ്റ്യൻ അല്ലേ. ഗിവ് ഇൻഫർമേഷൻ അബൌട്ട് ദി ഒബ്സർവേഷൻസ്. ഓക്കെ, ഗിവ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഒബ്സർവേഷൻ ദാറ്റ് ബ്രാക്കറ്റിൽ സ്വെല്ലിംഗ് ഹാസ് സബ്സൈഡ് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുക ഹാസ് യു സ്വെല്ലിംഗ് സബ്സൈഡഡ് എന്ന് നമ്മൾ ചോദിക്കാൻ നേരത്ത് എനിക്ക് അതിനുള്ള ഉത്തരവില്ല. അപ്പോൾ നമ്മൾ ടാസ്കിന് എഗെയിൻസ്റ്റ് ആയിട്ട് പോവുകയാണ്. നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം നമ്മൾ അവരോട് ചോദ്യമായി ചോദിക്കുകയാണ്. there comes a disturbance in the speaking test. So these are the things that I would like to share with you. So please remember, just examine situation. Then we spoke about mother, father, child scenario. Then conditions is limited ആണ്. അപ്പം മെഡിക്കൽ അഡ്വൈസ് ചോദിക്കുന്നത് മേ ബി ഇറ്റ് ക്യാൻ ബി ഒരു ട്രാവൽ സിക്നെസ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രിക്കോഷൻ മെഡിസിൻ എടുക്കുന്നതാവാം,
or for some allergic medicine base ചെയ്തിട്ടാവാം. Okay, vaccination is a very common question, but I do not think, rarely it may come this time ഈ ഒരു സമയം മാത്രം because of the analysis. Okay, but still you can practice it definitely. You do not have to take any chance. Pre-operation and post-operation ആ ഒരു scenario. Then pre-operation and post-operationൻ്റെ കാര്യം വരുമ്പോൾ എപ്പോഴും കൺഫ്യൂസിംഗ് ആയിട്ട് കൊണ്ട് വെക്കുന്ന ഒരു വേർഡാണ്. നമ്മൾ pre-operation information ആയിരിക്കും. We'll be sharing the pre-operative information to the patient, but maybe at that time you will get to know about അവിടെ എവിടെയെങ്കിലും കൊണ്ട് post-operationൽ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടാവും. So we were actually repeating about the pre-operation. So you don't really recognize there is a difference in the word post-operation. So we continue to say it as a pre-operation precautions. So please make there should be a companion to take you from the hospital എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും പോസ്റ്റ് ഓപ്പറേഷൻ സെറ്റിങ്സ് പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ നമ്മളത് there should be someone to take you to the hospital എന്നൊക്കെ പറഞ്ഞ് തെറ്റി പറയാൻ സാധ്യതയുണ്ട്. So make sure what is pre-operation and post-operation. Have an idea on that. Okay, so thank you Arya. So I hope I have gone through some of the important topics that you need to know this time for the examination, and I have been discussing a lot throughout these months as a speaking speculation. Definitely I've been discussing all the important questions that commonly asked in the speaking speculation, so you can just go through that, and this is just a reminder to make you sure that you have prepared well. So all the very best to the students, and we will definitely be back with meet at 9 with Hari sir to analyze the examination that you had that you will be going to attend on the coming Saturday. So definitely we'll see there, and നമ്മൾ writing task ഉം speaking task ഉം ഒക്കെ discuss ചെയ്യുന്നതായിരിക്കും. To all the excited students, all the very best from our bottom of our hearts, and our prayers and wishes are with you. And for those who are planning to prepare, as I mentioned in the beginning, choose the right training centers and the training methods. കൃത്യമായ സെൻറ്റേഴ്സുകൾ നിങ്ങൾ ചൂസ് ചെയ്യുക. Once again, congratulations to all the winners who have got clear their examination. So thank you so much. This is Priyanka Pratas signing out from Let's Update Language Academy.